നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചിട്ടുള്ളവരുടെ ഏകദേശ സ്വഭാവ സവിശേഷതകളും കൂടാതെ അവർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളും മറ്റുമാണ് പറഞ്ഞു പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ചുരുക്കത്തിലാണ് പറഞ്ഞു പോകുന്നത്. ഈ വീഡിയോ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകുന്ന പക്ഷം കൂടുതൽ വിശദമായിട്ട് സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളെ, അതായത് ഓരോ നക്ഷത്രങ്ങളും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോയിൽ വിശദമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് പ്രതിപാദിച്ചതുപോലെ തന്നെ വളരെയേറെ നിരീക്ഷണങ്ങൾ ചെയ്ത് ഓരോരുത്തരുടെയും ഫലങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ആമുഖമായിട്ട് ചുരുക്കത്തിൽ പറയുകയാണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളും അവർ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പറഞ്ഞു പോകുന്നത്. ഒരാളുടെ ആരോഗ്യം, ആയുസ്, സ്വഭാവ സവിശേഷതകൾ എന്നിവയെപ്പറ്റി സംഖ്യാശാസ്ത്രം സാമാന്യമായി സിദ്ധാന്തിക്കുന്നുണ്ട്. ജന്മസംഖ്യ, വിധിസംഖ്യ, നാമസംഖ്യ, മാതാപിതാക്കൾ, ഭാര്യ, കുട്ടികൾ എന്നിവരുടെ എല്ലാം ജന്മസംഖ്യകൾ ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ഫലങ്ങൾ കിട്ടുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജന്മസംഖ്യ മാത്രം അനുസരിച്ചുള്ള ഫലങ്ങളാണ്, അത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരാളുടെ ജന്മസംഖ്യ അനുസരിച്ചുള്ള സാമാന്യ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് 7 ജന്മസംഖ്യയുള്ളവരുടെ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം തുടങ്ങി അറിയേണ്ട പ്രത്യേക കാര്യങ്ങളും പ്രതിപാദിച്ചു പോകാം. 7 എന്ന സംഖ്യയുടെ ഗ്രഹം കേതുവാണ്. വൈദേശിക സമ്പ്രദായത്തിൽ അത് നെപ്റ്റ്യൂൺ ആണ്. ആദ്യം നമുക്ക് പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ ഏകദേശം പറയാം. 7 ജന്മസംഖ്യ എന്നാൽ 7-ാം തീയതി, 16-ാം തീയതി, 25-ാം തീയതി എന്നീ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവരാണ്. അപകടകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് വല്ലാത്ത ഒരു താല്പര്യമുണ്ടാകും. ഇവർ നല്ല ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്, പ്രതിഭാശാലികളാണ്. പൊതുവെ ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും. 7 ജന്മസംഖ്യ എന്നാൽ 7, 16, 25 എന്നീ തീയതികളിൽ ജനിക്കുന്നവർക്കാണ്. എന്നാൽ അശ്രദ്ധമായിട്ടുള്ള ഭക്ഷണ സമ്പ്രദായം, ദിനചര്യയുടെ ക്രമക്കേടുകൾ എന്നിവയൊക്കെ കാട്ടുന്നത് ഇവരുടെ പൊതു സ്വഭാവമാണ്. അത് ഇവർക്ക് ദോഷകരവുമാണ്. ഇത്തരം അശ്രദ്ധകൾ ഒഴിവാക്കിയാൽ തന്നെ 7 ജന്മസംഖ്യയുള്ളവർക്ക് രോഗങ്ങൾ പിടിപെടുകയില്ല. ഏപ്രിൽ, ജൂലൈ എന്നീ മാസങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്, വിശേഷിച്ച ആരോഗ്യകാര്യങ്ങളിൽ. കൂടാതെ സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 16, 25, 34, 52, 61, 70 എന്നീ വയസ്സുകളിലൊക്കെ ഇവർ കൂടുതലായിട്ട് ആരോഗ്യകാര്യങ്ങളും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വർഷങ്ങളിലൊക്കെ ഇവർ എല്ലാ കാര്യങ്ങളെയും ഗൗരവത്തോടെ കാണേണ്ടതാണ്. 7 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ വളരെ വിശദമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ നമുക്ക് പിന്നീട് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.